ഭോപ്പാലിൽ നിന്നും സാഞ്ചി ലക്ഷ്യമാക്കിയുള്ള സഞ്ചാരം തുടരുകയാണ്. ഇടയ്ക്ക് മേൺകി എന്നൊരു ഗ്രാമത്തിൽ കയറി അവിടുത്തെ കാഴ്ചകൾ കണ്ടിരുന്നു. കൃഷിയിടങ്ങൾക്ക് നടുവിലൂടെയാണ് യാത്ര. ഡ്രൈവർ പഞ്ചാബ് റാവു ആൾ രസികനാണ്. അധികം സംസാരിക്കാറില്ല. എങ്കിലും ജോലി കൃത്യമായി ചെയ്യും. ഞാൻ കാഴ്ചകൾ കണ്ടും ക്യാമറയിൽ പകർത്തിയും ഇരിക്കുന്നു. ഭോപ്പാലിൽ നിന്നും 50 കിലോമീറ്റർ ഉണ്ട് സാഞ്ചിയിലേക്ക്. മേൺകി ഗ്രാമത്തിൽ ഇറങ്ങിയിരുന്നില്ലെങ്കിൽ കുറച്ചുകൂടി നേരത്തെ സാഞ്ചിയിൽ എത്താമായിരുന്നു. സമയം 11:30 പുറത്ത് നല്ല ചൂടുണ്ട്. സാഞ്ചിയുടെ പ്രാന്തഭാഗങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ ഒരു ചെറിയ പട്ടണമായി വികസിച്ചിരിക്കുന്നു സാഞ്ചി. റിസോർട്ടുകളും ഹോട്ടലുകളുമെല്ലാം ഉണ്ട്. കോവിഡ് വ്യാപനത്തിന് മുൻപ് ധാരാളം ടൂറിസ്റ്റുകൾ എത്തിയിരുന്ന സ്ഥലമാണ് സാഞ്ചി. പുരാതന ബുദ്ധമത കേന്ദ്രം എന്ന നിലയിൽ ജപ്പാനിൽ നിന്നുവരെ ഒട്ടേറെ ആളുകൾ ദിവസേന ഇവിടെ എത്തിയിരുന്നു. അങ്ങകലെ കാണുന്ന കുന്നിൻ മുകളിലാണ് സാഞ്ചി സ്തൂപം. അവിടേക്കാണ് ഞാൻ പോകുന്നത്. സാഞ്ചി പട്ടണത്തിലേക്ക് എത്തി. ഒരു അന്താരാഷ്ട്ര ടൂറിസ്റ്റ് കേന്ദ്രമായതിനാൽ ഇവിടം വൃത്തിയായി പരിപാലിക്കുന്നുണ്ട്. എങ്കിലും ലോക നിലവാരമുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിന്റെ സൗകര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞുകൂടാ. ഇവിടെ നിന്നും വലത്തേക്ക് തിരിയണം. ഈ കുന്നു കയറിയാൽ സാഞ്ചി സ്തൂപത്തിന് അടുത്തെത്തും. പണ്ട് അശോക ചക്രവർത്തിയുടെ കാലത്ത് വളരെ പ്രാധാന്യമുണ്ടായിരുന്ന പ്രദേശമാണ് സാഞ്ചി. അദ്ദേഹമാണ് സാഞ്ചി സ്തൂപം സ്ഥാപിക്കുന്നത്. 18-ാം വയസ്സിൽ ഉജ്ജയിനിയിലെ ഭരണാധികാരിയായപ്പോൾ അശോകൻ പതിവായി എത്തിയിരുന്ന ഒരിടമായിരുന്നു സാഞ്ചി. വാഹനം പാർക്കിംഗ് ഏരിയയിലേക്കെത്തി. കോവിഡ് കാലമായതിനാൽ വാഹനങ്ങൾ പൊതുവെ കുറവാണ്. അധികം ആളുകൾ എത്തുന്നില്ല. എങ്കിലും ചില സ്കൂൾ ബസ്സുകളും അപൂർവം ടൂറിസ്റ്റുകളെയും അവിടെയായി കാണാം. സാഞ്ചി ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. പുരാതന ബുദ്ധമത കേന്ദ്രം, ബുദ്ധന്റെ ഭൗതികാവശിഷ്ടം സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം എന്നീ നിലകളിലൊക്കെയാണ് സാഞ്ചിയുടെ പ്രസിദ്ധി. 40 രൂപയുടെ ടിക്കറ്റ് എടുത്ത് ഞാൻ സാഞ്ചി സ്തൂപത്തിനടുത്തേക്ക് നടന്നു. ആദ്യം ഇടതുവശത്ത് കാണുന്നത് സാഞ്ചിയിലെ 2ാമത്തെ സ്തൂപമാണ്. ബുദ്ധഭിക്ഷുക്കളുടെ ഭൗതികാവശിഷ്ടങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന നിർമ്മിതികളാണ് സ്തൂപങ്ങൾ. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വളരെ വൃത്തിയായി തന്നെ ഇവിടമൊക്കെ സംരക്ഷിക്കുന്നുണ്ട്. അവർ ഏറ്റെടുത്തിരിക്കുന്ന എല്ലായിടങ്ങളും ഈ വിധം വൃത്തിയായി സൂക്ഷിച്ചു വരുന്നു. ഞാൻ നേരെ മുന്നോട്ട് 1ാമത്തെ സ്തൂപത്തിനടുത്തേക്ക് നടന്നു. ഗ്രേറ്റ് സ്തൂപ എന്നാണ് ആ സ്തൂപത്തിന്റെ വിശേഷണം. BC 2-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണിത്. അശോക ചക്രവർത്തിയുടെ നിർദ്ദേശപ്രകാരം സാഞ്ചിയിൽ കൊണ്ടുവന്ന ശ്രീബുദ്ധന്റെ തിരുശേഷിപ്പ് ഈ സ്തൂപത്തിലാണ് അടക്കം ചെയ്തതെന്ന് കരുതപ്പെടുന്നു. അശോകന് മുൻപ് തന്നെ ഒരു ബുദ്ധകേന്ദ്രമായിരുന്നു സാഞ്ചി. സാഞ്ചിയുടെ സമീപ പട്ടണമായ വിദിഷയിലെ ഒരു വണിക്കിന്റെ പുത്രിയായിരുന്ന ദേവിയെ അശോകൻ വിവാഹം ചെയ്തത് സാഞ്ചിയിൽ വെച്ചാണല്ലോ. ഈ 1ാം സ്തൂപമാണ് ഇവിടുത്തെ ഏറ്റവും ബൃഹത്തായ നിർമ്മിതി. 2ാം സ്തൂപം തൊട്ടടുത്തു തന്നെ കാണാം. 10 ബുദ്ധസന്യാസിമാരുടെ ഭൗതികാവശിഷ്ടങ്ങൾ 2ാം സ്തൂപത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. വലിപ്പം അനുസരിച്ചാണ് ഇവിടുത്തെ സ്തൂപങ്ങളെ 1, 2 എന്നിങ്ങനെ വിശേഷിപ്പിക്കുന്നത്. ഇത് 1ാം സ്തൂപത്തിന്റെ വടക്കേ ഗേറ്റാണ്. സ്തൂപത്തെ വലയം ചെയ്തു നിൽക്കുന്ന പ്രത്യേക രൂപമുള്ള മതിലിന് 4 വശത്തേക്കും ഇങ്ങനെയുള്ള 4 കവാടങ്ങളുണ്ട്. ഓരോ കവാടത്തിലും പല ചരിത്രകഥകൾ തന്നെ കൊത്തിവെച്ചിട്ടുണ്ട്. മനോഹരമായ ശില്പവിദ്യകൾ കവാടങ്ങളെ ആകർഷകമാക്കുന്നു. മഹാസ്തൂപത്തിലേക്കുള്ള ഗേറ്റുകളിൽ 2ാമതായി സ്ഥാപിതമായതാണ് ഈ വടക്കേ ഗേറ്റ്. ശ്രീവത്സം, ധർമ്മചക്രം, ഗജങ്ങൾ, യക്ഷിണിമാർ എന്നിങ്ങനെ 100 കണക്കിന് രൂപങ്ങളുണ്ട് ഇതിൽ. ഈ വടക്കേ ഗേറ്റിലൂടെയാണ് സാധാരണയായി ടൂറിസ്റ്റുകൾ അകത്തേക്കു കയറുക. സ്തൂപത്തിനടുത്തേക്കെത്തുമ്പോൾ ആദ്യമുള്ള ഗേറ്റ് ഇതാണെന്നതിനാലാവാം ഞാൻ വടക്കേ കവാടം വഴി അകത്തേക്ക് കടന്നു. തൂണുകളിൽ ഗംഭീരമായ ശില്പവിദ്യ.
ശ്രീബുദ്ധനുമായി ബന്ധപ്പെട്ട നിരവധി കഥകളുടെ ചിത്രീകരണമാണ് ഈ തൂണുകളിൽ. ബുദ്ധന്റെ ചെറുപ്പകാലത്ത് നടന്ന സംഭവങ്ങൾ വരെ ഈ തൂണിൽ നിന്ന് ഗവേഷകർ വായിച്ചെടുത്തിട്ടുണ്ട്. ബോധിവൃക്ഷം, ബുദ്ധന്റെ ശിഷ്യർ, കൊട്ടാര ജീവിതം, രാക്ഷസന്മാർ ശ്രീബുദ്ധനെ ചെറുപ്പത്തിൽ പരീക്ഷിക്കുന്നത് എന്നിങ്ങനെ ധാരാളം കൊത്തുപണികൾ. ഗുപ്ത കാലഘട്ടത്തിലെ കൊത്തുപണികളുടെ ശൈലി ഇതായിരുന്നു. അക്കാലത്തെ ചില ചരിത്ര സംഭവങ്ങളും ഈ കൊത്തുപണികൾക്ക് വിഷയമായിട്ടുണ്ട്. ഇന്നിങ്ങനെ കാണാമെങ്കിലും നൂറ്റാണ്ടുകളോളം കാടുമൂടി വിസ്മൃതിയിലാണ്ട് കിടന്ന ചരിത്രവും സാഞ്ചിക്കുണ്ട്. 7-ാം നൂറ്റാണ്ടിനു ശേഷം ഇന്ത്യയിൽ ബുദ്ധമതത്തിന്റെ പ്രാമാണ്യം കുറഞ്ഞതാണ് അതിന് കാരണം. പ്രത്യേക രീതിയിലാണ് സ്തൂപത്തിന്റെ മതിലുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പാലി ലിപിയിലുള്ള എഴുത്തുകൾ ഇതിലുണ്ട്. ലിഖിതമെന്താണെന്ന് ഇവിടെയുള്ള ഗൈഡ് വിവരിച്ചു തരുന്നു. ഗ, നെ, ഷം എന്നാണ് അക്ഷരങ്ങൾ. താഴെയുള്ള അക്ഷരങ്ങൾ ദാനമു എന്നും ഗണേഷ് എന്നയാൾ ദാനം ചെയ്തത് എന്നാകാം. ദാനമു എന്ന വാക്ക് എതിർവശത്തെ മറ്റൊരു കല്ലിലുമുണ്ട്. ഇതാണത്. വജു ദാനമു എന്ന് കുത്തിയിരിക്കുന്നു. ദാനം ചെയ്തയാളുടെ പേര് വജു എന്നായിരിക്കാം. ഇങ്ങനെ സ്തൂപത്തിന്റെ പല ഭാഗങ്ങളിലും ദാനം ചെയ്തവരുടെ പേരുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൊതുജനങ്ങളുടെ കൂടി പങ്കാളിത്തത്തോടെയാവാം സ്തൂപത്തിന്റെ മോടി കൂട്ടിയത് എന്നതിന്റെ സൂചനയാണത്. മുള പിളർന്ന ആകൃതിയിൽ കല്ലിൽ കുത്തിയെടുത്തതാണ് മതിലുകൾ. സാഞ്ചി സ്തൂപങ്ങളിലെ ചില കൊത്തുപണികളിൽ ഗ്രീക്ക് ശൈലിയിൽ വസ്ത്രം ധരിച്ചവരുടെയും സംഗീതജ്ഞരുടെയും രൂപങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പുരാതന ഗ്രീസിലെ വണിക്കുകൾക്ക് ഈ നാടുകളുമായി അന്നുണ്ടായിരുന്ന ബന്ധത്തിന്റെ സൂചനയാണിത്. മതിൽക്കെട്ടിനകത്ത് ഇവിടെ ഒരു ബുദ്ധപ്രതിമയുണ്ട്. AD 5-ാം നൂറ്റാണ്ടിലേതാണിത്. മതിലിലെ ഈ ലിഖിതം മഹാനായ അശോക ചക്രവർത്തിയെ പ്രകീർത്തിക്കുന്നതാണ്. ദേവപ്രിയനായ അശോകൻ എന്ന് പാലി ലിപിയിലും ഹിന്ദിയിലും കൊത്തിവെച്ചിരിക്കുന്നു. പാലി ഭാഷയിലാണ് ആദ്യം എഴുതിയത്. പിന്നീട് എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷമാവാം അതിന്റെ ഹിന്ദി തർജിമ താഴെ കൊത്തിവെച്ചത്. മതിലിന്റെ പലയിടത്തുമുണ്ട് ഇങ്ങനെയുള്ള എഴുത്തുകൾ. ഞാൻ മതിൽക്കെട്ടിനും സ്തൂപത്തിനുമിടയിലൂടെ കിഴക്ക് ഭാഗത്തേക്ക് നടക്കുകയാണ്. അങ്ങകലെ കിഴക്കേ കവാടം കാണാം. വലതുവശത്ത് കാണുന്ന കല്ലടുക്കി വെച്ചുണ്ടാക്കിയ നിർമ്മിതിയാണ് സ്തൂപം. സുർക്കി മിശ്രിതം കൊണ്ടുള്ള ഒരു ആവരണം പണ്ട് ഈ സ്തൂപത്തിനുണ്ടായിരുന്നു. പക്ഷേ കാലാന്തരത്തിൽ അത് നശിച്ചുപോയി. പ്രതാപം തെളിഞ്ഞും മങ്ങിയും മാറി മാറി നിലനിന്ന ചരിത്രമാണ് സാഞ്ചിയുടേത്. ഞാൻ കിഴക്കേ കവാടത്തിന് സമീപമെത്തി. ഇവിടെയും ഒരു ബുദ്ധപ്രതിമയുണ്ട്. ഗാന്ധാര ശൈലിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു പ്രതിമ. ഇന്നത്തെ വടക്കൻ പാകിസ്ഥാനിലും കിഴക്കൻ അഫ്ഗാനിസ്ഥാനിലുമായി പണ്ട് വ്യാപിച്ചു കിടന്നിരുന്ന ഗാന്ധാര ദേശത്തെ ശില്പകലാരീതിയാണ് ഗാന്ധാര ശൈലി. ബുദ്ധമതവുമായി ബന്ധപ്പെട്ട് അഫ്ഗാനിസ്ഥാനിലുണ്ടായ ശില്പങ്ങളും നിർമ്മിതികളുമെല്ലാം ഗാന്ധാര ശൈലിയിലുള്ളതായിരുന്നു. ഗ്രീക്കോ റോമൻ രീതിയുടെയും ഇന്ത്യൻ പരമ്പരാഗത രീതിയുടെയും സംയോജനമാണ് ഗാന്ധാരകല. അവിടെ നിന്ന് വീണ്ടും നടന്നു. മതിൽ ഇങ്ങനെ സ്തൂപത്തിനു ചുറ്റോടു ചുറ്റുമുണ്ട്. ഇത്തരത്തിലുള്ള മതിൽ നിർമ്മാണ ശൈലി മറ്റെവിടെയും തന്നെ കാണാത്തതാണ്. ഇവിടെ നിന്ന് മുകളിലേക്ക് പടവുകളുണ്ട്. BC 3-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച പടവുകളാണ്. സ്തൂപം നിർമ്മിച്ച കാലത്ത് തന്നെ ഈ പടവുകളും ഉണ്ടാക്കിയിരുന്നു. സ്തൂപത്തിന്റെ ഏതാണ്ട് മധ്യഭാഗത്തേക്കാണ് കയറിയെത്തുന്നത്. കൃത്യമായ വൃത്താകൃതിയാണ് സ്തൂപത്തിന്റെ അടിഭാഗത്തിന്. 120 അടിയാണ് ആ വൃത്തത്തിന്റെ വ്യാസം. താഴെയുള്ളതുപോലെ ഇവിടെയും ചുറ്റോടു ചുറ്റും ഒരു കൽവേലിക്കെട്ടുണ്ട്. മുകളിൽ കൂടി നടന്ന് ഞാൻ പടിഞ്ഞാറേ കവാടത്തിന് അരികിലെത്തി. താഴെ ഒരു ബുദ്ധ സന്യാസി മഠത്തിന്റെ ശേഷിപ്പുകൾ കാണാം. പണ്ട് കാട് മൂടിപ്പോയ ആ മൊണാസ്ട്രി പിന്നീട് ഉത്ഖനനത്തിലൂടെ കണ്ടെത്തുകയായിരുന്നു. ഈ കവാടത്തിൽ മറ്റു ചില കഥകളാണ് കൊത്തിവെച്ചിരിക്കുന്നത്.
എന്നോ പൊട്ടിത്തകർന്നു പോയ അതിന്റെ ഭാഗങ്ങൾ പുതിയ കാലത്ത് കൂട്ടിച്ചേർത്ത് പൂർവ്വസ്ഥിതിയിലാക്കുകയായിരുന്നു. ലാഫിംഗ് ബുദ്ധ അഥവാ ചിരിക്കുന്ന ബുദ്ധൻ എന്ന പേരിൽ ലോകമെങ്ങും പ്രസിദ്ധമായ രൂപങ്ങളാണ് കവാടത്തിന്റെ മുകൾ ഭാഗത്തെ താങ്ങി നിർത്തുന്നത്. ആ കവാടത്തിനടുത്തു നിന്നും നടന്നു. സ്തൂപത്തിന് ആവരണം തീർത്തിരിക്കുന്ന സുർക്കി മിശ്രിതത്തിന്റെ ശേഷിപ്പുകൾ ഇവിടെ കാണാം. ഇതുപോലെ സ്തൂപമൊന്നാകെ സുർക്കി കൊണ്ട് പൊതിഞ്ഞിരുന്നു. കാലക്രമത്തിൽ അത് ദ്രവിച്ചും അടർന്നും നശിക്കുകയാണുണ്ടായത്. ഇതാണ് വടക്കേ കവാടം. സ്തൂപത്തെ ഒന്നു ചുറ്റി വീണ്ടും വടക്കേ കവാടത്തിന് സമീപം എത്തിയിരിക്കുന്നു. വീണ്ടും മുകൾ നിലയിലൂടെ ഒന്നുകൂടി നടന്നു. അശോക ചക്രവർത്തിയുടെ കാലത്ത് ഇത്ര വലിയ സ്തൂപമല്ല ഇവിടെ ഉണ്ടായിരുന്നതെന്ന് ചില ഗവേഷകർ അഭിപ്രായപ്പെടുന്നുണ്ട്. താഴെ നിരവധി ചെറിയ ചെറിയ സ്തൂപങ്ങൾ കാണാം. അതൊക്കെ ഓരോ സന്യാസിമാരുടെ സ്മരണയ്ക്കായി പണിതവയാണ്. വീണ്ടും ഞാൻ തെക്കേ വശത്തേക്ക് നടന്നു. സുർക്കി മിശ്രിതം നിലനിൽക്കുന്നതും അടർന്നതുമായ ഭാഗങ്ങൾ ഇവിടെ കാണാം. 5 നൂറ്റാണ്ടിലേറെക്കാലം വിസ്മൃതിയിലാണ്ട് കാട് മൂടിക്കിടന്നതാണ് സാഞ്ചിയിലെ ഈ സ്തൂപങ്ങളും ബുദ്ധമതവുമായി ബന്ധപ്പെട്ട ഇവിടുത്തെ മറ്റു നിർമ്മിതികളുമെല്ലാം. പിന്നീടുള്ള ഇതിന്റെ കണ്ടെത്തൽ തന്നെ ഒരു ചരിത്ര കഥയാണ്. ബ്രിട്ടീഷ് ജനറൽ ഹെൻറി ടൈലർ 1818 സാഞ്ചിയിൽ ഒളിഞ്ഞിരിക്കുന്ന പുരാശേഷിപ്പുകളെ കണ്ടെത്തിയെങ്കിലും ഇത്രയും വലിയ ശേഖരം ഇവിടെയുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിരുന്നില്ല. 1880 കൃത്യമായ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ തുടങ്ങുമ്പോഴേക്കും കൊള്ളക്കാർ സ്തൂപങ്ങളും പുരാനിർമ്മിതികളുമൊക്കെ ഇളക്കി മറിച്ചു കഴിഞ്ഞിരുന്നു. ഞാൻ താഴേക്കിറങ്ങി. സ്തൂപത്തിന് സമീപത്തെ ബുദ്ധമത കേന്ദ്രവുമായി ബന്ധപ്പെട്ട മറ്റു നിർമ്മിതികളുടെ അടുത്തേക്കാണ് ഇനി പോകുന്നത്. ഉത്തരേന്ത്യയിൽ മുഗൾ ഭരണം വന്നതോടെ സാഞ്ചി ഉൾപ്പെടെയുള്ള ഇത്തരം കേന്ദ്രങ്ങൾക്ക് വലിയ നാശം നേരിട്ടിരുന്നു. അതിനു മുൻപും പല കാലത്തായി പല പല ആക്രമണങ്ങൾ ഈ ബുദ്ധമത കേന്ദ്രത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഗുപ്ത കാലഘട്ടത്തിൽ നിർമ്മിച്ച ഒരു ബുദ്ധപ്രതിമ ഇവിടെയുണ്ട്. AD 5-ാം നൂറ്റാണ്ടിലെ പ്രതിമ. കല്ലുകൾ അടുക്കി നിർമ്മിച്ച സ്തൂപത്തിന്റെ മുകളിലെ ശിലാവേലിക്കെട്ടാണ് ഇക്കാണുന്നത്. അവിടെ നിന്നും പുറത്തേക്ക് നടന്നു. തെക്കുഭാഗത്തെ കവാടമാണിത്. അശോക സ്തംഭങ്ങളിലേതിന് സമാനമായ സിംഹപ്രതിമകളുടെ ക്യാപിറ്റലാണ് ഇതിന്റെ തൂണുകൾക്ക്. 4 ദിശയിലേക്ക് നോക്കി നിലകൊള്ളുന്ന 4 സിംഹങ്ങൾ. ഇന്ത്യയുടെ ഔദ്യോഗിക മുദ്രകളിലും കറൻസിയിലുമെല്ലാമുള്ള ദേശീയ ചിഹ്നം. അതിനു സമീപം തകർന്ന ഒരു സ്തംഭമുണ്ട്. ഇതാണ് സാഞ്ചിയിലെ അശോക സ്തംഭം. മിനുസപ്പെടുത്തിയ ഗ്രാനൈറ്റ് തൂണാണ്. ഈ സ്തംഭത്തിന് മുകളിലുണ്ടായിരുന്ന സിംഹപ്രതിമ ഇപ്പോൾ സാഞ്ചി ആർക്കിയോളജിക്കൽ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. സ്തംഭത്തിന്റെ തകർന്ന ഭാഗങ്ങളും ഈ ആർക്കിയോളജിക്കൽ സൈറ്റിൽ ഒരു ഭാഗത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. സാമ്രാജ്യത്തിലുടനീളം അശോകൻ ഇത്തരം സ്തംഭങ്ങൾ നാട്ടുകയും അതിൽ തന്റെ ശാസനങ്ങൾ കൊത്തിവെക്കുകയും ചെയ്തിരുന്നു. ഒറ്റക്കൽ തൂണുകളായിരുന്നു ഇവ. 9 മുതൽ 12 മീറ്റർ വരെയായിരുന്നു ഓരോ സ്തംഭത്തിന്റെയും ഉയരം. ഇന്ത്യയിലെ ബുദ്ധമത പ്രഭാവത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള എല്ലാ കാലഘട്ടത്തിലെയും വിവരങ്ങൾ സാഞ്ചിയിൽ നിന്നും ഗവേഷകർക്ക് കണ്ടെത്താനായിട്ടുണ്ട്. പ്രധാനപ്പെട്ട ബുദ്ധമത കേന്ദ്രങ്ങൾ ശ്രീബുദ്ധന്റെ ജീവിതവുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ളതാവും. എന്നാൽ സാഞ്ചിയിൽ ശ്രീബുദ്ധൻ വന്നിട്ട് പോലുമില്ലെന്നതാണ് പ്രത്യേകത. ബുദ്ധധർമ്മത്തിലുള്ള അശോക ചക്രവർത്തിയുടെ ഭക്തിയാണ് സാഞ്ചിയെ ഇത്രയും വലിയൊരു ബുദ്ധമത കേന്ദ്രമാക്കി മാറ്റിയത്. നൂറ്റാണ്ടുകളോളം ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ മണ്ണും കാടും മൂടിക്കിടന്നതാണ് ഈ മഹാനിർമ്മിതികൾ. ഇവിടെ കുറെ തൂണുകൾ കാണാം. വലിയൊരു കെട്ടിടത്തിന്റെ ശേഷിപ്പാണ്. BC 3-ാം നൂറ്റാണ്ടിലെ ഒരു മീറ്റിംഗ് ഹാൾ ആയിരുന്നു ഇത്. ബുദ്ധസന്യാസിമാർ ചർച്ചകൾക്കായും സംവാദങ്ങൾക്കായും എത്തിയിരുന്ന ഇടം. ഗവേഷകർ ടെമ്പിൾ 18 എന്നാണ് ഇതിന് പേരു നൽകിയിരിക്കുന്നത്. മൗര്യ സാമ്രാജ്യകാലത്ത് ഗ്രീക്ക് ശൈലിയിൽ അർദ്ധമകുടത്തോടു കൂടിയ ഒരു ഹാളായിരുന്നു ഇത്. പിന്നീട് തകർന്ന ഹാൾ 7-ാം നൂറ്റാണ്ടിൽ ഗുപ്തരാജവംശം പുനർനിർമ്മിക്കുകയായിരുന്നു. ഗ്രീക്കുകാരുമായി BC 3-ാം നൂറ്റാണ്ടിൽ മൗര്യ സാമ്രാജ്യത്തിനുണ്ടായിരുന്ന ബന്ധങ്ങളുടെ തെളിവുകൂടിയാണിത്.
ഇതേ കാലത്ത് വികസിച്ച ഗാന്ധാര വാസ്തുവിദ്യാ ശൈലിയും ഈ വിധമായിരുന്നു. സ്തൂപങ്ങൾ, ക്ഷേത്രങ്ങൾ, സന്യാസി മഠങ്ങൾ, പ്രാർത്ഥനാ ഹാളുകൾ, മീറ്റിംഗ് ഹാളുകൾ, വിശ്രമ കേന്ദ്രങ്ങൾ എന്നിവയെല്ലാം സാഞ്ചിയിലുണ്ടായിരുന്നു. ഇത് ഗവേഷകർ ടെമ്പിൾ 17 എന്ന് പേരു നൽകിയിരിക്കുന്ന ക്ഷേത്രമാണ്. AD 5-ാം നൂറ്റാണ്ടിൽ ഗുപ്ത സാമ്രാജ്യകാലത്ത് പണിത ക്ഷേത്രം. ഹിന്ദു ശൈലിയിലുള്ള ബുദ്ധക്ഷേത്രം എന്നതാണ് ഇതിന്റെ പ്രത്യേകത. പരന്ന മേൽക്കൂരയും ചതുരാകൃതിയിലുള്ള മുഖമണ്ഡപവുമെല്ലാം ഹൈന്ദവ ക്ഷേത്ര മാതൃകയിലാണ്. താഴോട്ട് വീണുകിടക്കുന്ന ഇതളുകളോടുകൂടിയ താമര പോലുള്ള ക്യാപിറ്റൽ ഇതിന്റെ തൂണുകളുടെ പ്രത്യേകതയാവുന്നു. ഞാൻ അവിടെ നിന്നും പഴയ മൊണാസ്ട്രിയുടെ സമീപത്തേക്ക് നടന്നു. അശോക ചക്രവർത്തിയുടെ കാലത്തിനു മുൻപും സാഞ്ചി ഒരു ബുദ്ധമത കേന്ദ്രമായിരുന്നു. അശോകന്റെ പത്നിയായി തീർന്ന ദേവി എന്ന യുവതി ഇവിടെ നിത്യസന്ദർശകയായിരുന്നു. ദേവിയുടെ സ്വാധീനത്തിലാണ് അശോകൻ ബുദ്ധധർമ്മത്തിൽ ആകൃഷ്ടനാകുന്നതും സാഞ്ചിയെ വലിയൊരു മതകേന്ദ്രമായി വികസിപ്പിക്കുന്നതും. ഇത്തരത്തിൽ നിരവധി സ്തൂപങ്ങൾ കാണാം. ബുദ്ധസന്യാസിമാരുടെ ഭൗതികാവശിഷ്ടങ്ങൾ അടക്കം ചെയ്ത സ്തൂപങ്ങൾ. പടിഞ്ഞാറ് ഭാഗത്തുകൂടി നടക്കുമ്പോൾ എത്തുന്നത് മൊണാസ്ട്രിയുടെ അടുത്തേക്കാണ്. 200 വർഷം മുൻപ് വരെ കാട് മൂടിക്കിടന്ന ഇടമാണിത്. ഏതാണ്ട് 500 വർഷമാണ് സാഞ്ചിയിലെ നിർമ്മിതികൾ വനത്താൽ മൂടപ്പെട്ട് കിടന്നത്. ഇക്കാണുന്നത് BC 3-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ജലസംഭരണിയാണ്. ഇത്തരത്തിലുള്ള 3 സംഭരണികൾ സാഞ്ചി മലയിലുണ്ട്. അങ്ങകലെ കാണുന്ന നിർമ്മിതിയാണ് മൊണാസ്ട്രി. സന്യാസിമാർ വസിച്ചിരുന്ന മുറികൾ, പ്രാർത്ഥനാ ഹാളുകൾ, ഭോജനശാല എന്നിവയെല്ലാം അതിലുണ്ടായിരുന്നു. അശോക ചക്രവർത്തിയുടെ പത്നി ദേവിയാണ് വിപുലമായ ആ മൊണാസ്ട്രിയുടെ നിർമ്മാണത്തിന് മുൻകൈയെടുത്തത്. മൊണാസ്ട്രിയിലോ അതിനടുത്തു നിർമ്മിച്ച ചെറു കൊട്ടാരത്തിലോ കുറെ കാലം ദേവി വസിച്ചിരുന്നുവെന്നും രേഖകളുണ്ട്. ബുദ്ധമത പ്രചാരണത്തിനായി ശ്രീലങ്കയിലേക്ക് പുറപ്പെടും മുൻപ് അശോകന്റെ പുത്രൻ മഹേന്ദ്ര മൊണാസ്ട്രിയിലെത്തി അമ്മയുടെ അനുഗ്രഹം വാങ്ങിയതായി ചരിത്രം പറയുന്നു. ഇവിടം വളരെ സജീവമായിരുന്ന കാലമാണത്. വിദൂര ദിക്കുകളിൽ നിന്ന് പോലും സഞ്ചാരികളും സന്യാസിമാരും എത്തിക്കൊണ്ടിരുന്ന കാലം. ഞാൻ 1-ാം സ്തൂപത്തിന്റെ മതിലിന് പുറത്തുകൂടി ഒരു കറക്കം പൂർത്തിയാക്കി. നേരെ മുന്നിൽ നോർത്തേൺ ഗേറ്റ് കാണാം. അതിനുമപ്പുറം അങ്ങകലെയായി കാണുന്നതാണ് 2-ാം സ്തൂപം. മഹാസ്തൂപം നിർമ്മിച്ച് 1 നൂറ്റാണ്ടെങ്കിലും കഴിഞ്ഞാണ് 2-ാം സ്തൂപം നിർമ്മിച്ചത്. ഗാന്ധാരദേശത്തു നിന്നുമെത്തിയ ശില്പികളാണ് അത് പണിതതെന്നാണ് കരുതപ്പെടുന്നത്. 10 ബുദ്ധസന്യാസിമാരുടെ തിരുശേഷിപ്പുകളാണ് ആ സ്തൂപത്തിലുള്ളത്. ബുദ്ധ തീർത്ഥാടന കേന്ദ്രം എന്നതിനൊപ്പം മധ്യപ്രദേശിലെ ഏറ്റവും പ്രമുഖമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ് ഇന്ന് സാഞ്ചി. കോവിഡ് കാലത്തിനു മുൻപ് ഓരോ ദിവസവും 2000 മുതൽ 5000 വരെ സന്ദർശകർ ഇവിടെ എത്തിയിരുന്നു. ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിൽ വന്ന പുരാവസ്തു കേന്ദ്രമാണ് സാഞ്ചി. 1912 മുതൽ 1919 വരെയുള്ള കാലത്ത് സർ ജോൺ മാർഷൽ എന്ന ബ്രിട്ടീഷ് ഓഫീസറുടെ നേതൃത്വത്തിലായിരുന്നു ഈ നിർമ്മിതികൾ പുനരുദ്ധരിച്ചത്. അങ്ങകലെ മറ്റൊരു ക്ഷേത്രമുണ്ട്. ചൈതയഗിരി വിഹാര എന്നാണ് ആ ക്ഷേത്രം അറിയപ്പെടുന്നത്. ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് 1952 നിർമ്മിച്ച ക്ഷേത്രമാണ്. ബുദ്ധശിഷ്യന്മാരായ സരിപ്പുട്ട, മേങ്കല്ലാന എന്നിവരുടെ തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്ന ക്ഷേത്രമാണത്. ബ്രിട്ടീഷുകാർ കൊണ്ടുപോയിരുന്ന ആ ശേഷിപ്പുകൾ 1947 ശ്രീലങ്കയിലും പിന്നീട് ഇന്ത്യയിലും എത്തുകയായിരുന്നു. സാഞ്ചി നൽകിയ കാഴ്ചാനുഭവങ്ങളുമായി ഞാൻ തിരികെ നടന്നു. അധിക സമയം ഇനി ഇവിടെ ചെലവഴിക്കാനില്ല. ഗൈഡിന് 500 രൂപ കൊടുത്തു. അദ്ദേഹത്തിന് സന്തോഷമായി. പാർക്കിങ്ങിൽ ഒരു മരത്തണലിൽ ഇന്നോവ ക്രിസ്റ്റ കിടപ്പുണ്ട്. പഞ്ചാബ് റാവു ഒരു ഉറക്കം കഴിഞ്ഞിരിക്കുന്നു. മാസ്ക് ഇല്ലാതെ റാവുവിനെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. താങ്കൾ ശരിക്കൊരു മധ്യപ്രദേശുകാരനാണോ എന്ന് ഞാൻ ചോദിച്ചു. ഇപ്പോൾ മധ്യപ്രദേശുകാരനാണെന്നാണ് റാവു പറയുന്നത്. ശരിക്കും മഹാരാഷ്ട്രക്കാരനാണ്.
ഇപ്പോൾ തനി മധ്യപ്രദേശുകാരനായി മാറിക്കഴിഞ്ഞത്രേ. अब मैं महाराष्ट्र नहीं, अब मैं मध्य प्रदेश वाला മഹാരാഷ്ട്രക്കാരനാണെന്ന് പറയാൻ എന്തുകൊണ്ടോ വലിയ താല്പര്യമില്ല. ഞങ്ങൾ യാത്ര ആരംഭിച്ചു. മലയിറങ്ങുകയാണ്. വഴിയും പരിസരവുമൊക്കെ സാമാന്യം വൃത്തിയായി സംരക്ഷിക്കുന്നുണ്ട്. മലയിറങ്ങിപ്പോകുമ്പോൾ വഴിയോരങ്ങളിൽ ആധുനിക കാലത്തെ ഹിന്ദു ക്ഷേത്രങ്ങൾ കാണാം. ധാരാളം തണൽ മരങ്ങൾ. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള സ്ഥലങ്ങൾ ലോക നിലവാരത്തിൽ അവർ സംരക്ഷിക്കുന്നുണ്ടെന്നത് അഭിനന്ദനാർഹമായ കാര്യമാണ്. നേരം 1 മണി കഴിഞ്ഞു. ചുട്ടുപൊള്ളുന്ന വെയിലാണ്. അങ്ങകലെ മലമുകളിൽ കാണുന്നതാണ് റായ്സൻ കോട്ട. പക്ഷേ അതിനു മുകളിൽ വരെ വണ്ടി പോകില്ല. രാവിലെ നടന്നു തുടങ്ങിയാൽ ഉച്ചകഴിഞ്ഞേ മുകളിലെത്തൂ എന്നാണ് പഞ്ചാബ് റാവു പറയുന്നത്. അതിനാൽ അവിടേക്ക് പോകേണ്ടെന്ന് തീരുമാനിച്ചു. ഭോജ്പൂരിലേക്കാണ് ഇനി യാത്ര.